ബൈബിൾ ഇൻസൈറ്റ് ക്വസ്റ്റ്യൻ ആൻസർ സെഷന്റെ ഈ പുതിയ എപ്പിസോഡിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹ വന്ദനം. ചോദ്യങ്ങളിലേക്ക് കടക്കുന്നു. സർ, ആദ്യത്തെ ചോദ്യം 1 കൊരിന്ത്യർ 7-ാം അധ്യായം 29, 30, 31 വാക്യങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു ഭാഗമാണ്. എന്നാൽ സഹോദരന്മാരെ, ഇതൊന്ന് ഞാൻ പറയുന്നു: കാലം ചുരുങ്ങിയിരിക്കുന്നു. ഇനി ഭാര്യമാർ ഉള്ളവർ ഇല്ലാത്തവരെ പോലെയും, കരയുന്നവർ കരയാത്തവരെ പോലെയും, സന്തോഷിക്കുന്നവർ സന്തോഷിക്കാത്തവരെ പോലെയും, വിലയ്ക്ക് വാങ്ങുന്നവർ കൈവശമാക്കാത്തവരെ പോലെയും, ലോകത്തെ അനുഭവിക്കുന്നവർ അതിനെ അനുഭവിക്കാത്തവരെ പോലെയും ആയിരിക്കണം. ഈ ലോകത്തിന്റെ രൂപം ഒഴിഞ്ഞു പോകുന്നുവല്ലോ. നിങ്ങൾ ചിന്താകുലമില്ലാത്തവരായിരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. തുടർന്നുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് വിവാഹം കഴിക്കാത്തവരെ പ്രശംസിക്കുന്നതായും കാണുന്നു. ചോദ്യം ഇതാണ്: കർത്താവിന്റെ വരവ് ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിവാഹം കഴിക്കരുതെന്നാണോ പൗലോസ് ഉദ്ദേശിക്കുന്നത്? യെസ്, പൗലോസ് എന്താ ഉദ്ദേശിക്കുന്നുള്ളത് നമുക്ക് നമ്മുടെ ബുദ്ധിയിൽ കയറി, ഭാവനയിൽ കയറി, സങ്കല്പത്തിൽ കൂടെ പോയി ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു മീ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. പൗലോസ് പറയുന്ന കാര്യങ്ങൾ, ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പൗലോസ് പറയുന്ന കോണ്ടെക്സ്റ്റ് അത് വ്യക്തമാക്കുന്നു. ആ കോണ്ടെക്സ്റ്റ് വ്യക്തമാക്കുമ്പോൾ നമ്മളെ കോണ്ടെക്സ്റ്റ് നോക്കി വെച്ചാൽ മതി. അതിനപ്പുറമുള്ള ഒന്നും ഇനി നോക്കാൻ പോണ്ട. ഒന്നാമത്തെ കാര്യം, ക്രിസ്ത്യാനിറ്റി സിവിയറായ പെർസിക്യൂഷനെ കടന്നു പോകുന്ന കാലം. അപ്പോസ്തലന്മാരിങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് കൊല ചെയ്യപ്പെടുത്തോണ്ടിരിക്കുക. വിശ്വാസികൾ ഒരുപാട് പേര് മാർട്ടിയേഴ്സായി കഴിഞ്ഞു. ഈ റോമൻ കോളനികളൊക്കെ യഹൂദന്മാർ അന്വേഷിച്ച് ചെന്ന് ഈ ക്രിസ്ത്യാനികളായിട്ട് മാറിയുള്ളവരെയൊക്കെ പിടിച്ച് കൊല്ലുക. ഇത് ഒരു പശ്ചാത്തലം. രണ്ടാമത്തെ പശ്ചാത്തലം എന്ന് പറയുന്നത് അവരുടെ കോർട്ട്ഷിപ്പ് ആൻഡ് മാരേജ് എന്നുള്ളതാണ്. കോർട്ട്ഷിപ്പ് ആൻഡ് മാരേജ്. നമുക്കിപ്പം ഗൾഫ് ജോലിയുള്ള ഒരു ചെറുക്കൻ, ഇംഗ്ലണ്ടിലെ നേഴ്സും കൂടെ അവധിക്ക് നാട്ടിൽ വരുന്നു. രണ്ടുപേർക്കും 10 ദിവസമുണ്ട്. ഇവൻ ചെന്ന് ഇവളെ കണ്ടു, 3-ൻ്റെ അന്ന് ഉറച്ചു, 4-ൻ്റെ അന്ന് കല്യാണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവളുടെ പാസ്പോർട്ടിൽ കൊണ്ട് ഇവനെ കൊണ്ട് പോകണം മദ്രാസിൽ അടുപ്പിക്കാനായിട്ട്. സമയമുള്ളൂ, അത്ര സമയമുള്ളൂ. അത് കഴിഞ്ഞ് കുടുംബജീവൻ എന്ന് പറയുന്ന പരിപാടി തുടങ്ങിക്കഴിയുമ്പോൾ ഇത് മണ്ണാന്നോ പിണ്ണാക്കാണോ ചക്കയാന്നോ എന്ന് തിരിച്ചറിയുന്നത്. ഒത്തില്ല, എടുത്ത് കളഞ്ഞിട്ട് വേറെ കിട്ടി. ഇവിടെ കിട്ടിയില്ലെങ്കിൽ വേറെ കിട്ടി. ഇവനെ ഇതിന്റെ പോക്കിനോടെ വേറെ തന്നെ കിട്ടി. അത്ര ലാഘവത്തോടെ ആണ് കൺസ്യൂമറിസ്റ്റിക് സൊസൈറ്റി ഇന്ന് വിവാഹത്തെ കാണുന്നത്. വിവാഹം അത്ര ലാഘവത്തോടെ കാണപ്പെടാത്തൊരു കാലഘട്ടമാണ് അന്ന്. ഒന്നാമത്തെ കാര്യം, എ ബോയ് ആൻഡ് എ ഗേൾ ഹാവ് ടു മീറ്റ് ആൻഡ് ദേ ഷുഡ് ലൈക്ക് ഈച്ച് അതർ. രണ്ടാമത്തെ കാര്യം, once they started liking each other, then they should have a courtship for nearly 2 years or up to 3 years. കോർട്ടിംഗ് ആണ്. ഈ കോർട്ടിംഗ് കഴിഞ്ഞിട്ടാണ് they decide, yes, now they can get married. ഇങ്ങനെ കോർട്ടിംഗ് പീരിയഡിൽ ഒരുപാട് പേർക്കും സംഭവിക്കുന്ന ഒരു ക്രിസ്ത്യാനികളായി തീരുന്നു. ക്രിസ്ത്യാനികളായി തീർന്നു കഴിയുമ്പോഴാണ് നോൺ ക്രിസ്ത്യനുമായിട്ട് കല്യാണം കഴിക്കാൻ ഒക്കുമോ ഇല്ലയോ എന്നുള്ള വിവരം അറിയുന്നത്. അപ്പം ഓൾറെഡി നീ കമ്മിറ്റഡ് ആണ് അവനുമായിട്ട്. കമ്മിറ്റഡ് ആകുന്ന സമയത്ത് നിങ്ങൾ രണ്ടും ക്രിസ്ത്യാനികളല്ല. ഇനി കമ്മിറ്റഡ് ആയി കഴിഞ്ഞു, അവന് തീരുമാനിക്കുക ഈ കല്യാണം കഴിക്കണോ വേണ്ട എന്ന്. അവൾക്ക് തീരുമാനിക്കുക ഇനി ഇവനെ കല്യാണം കഴിക്കണോ വേണ്ട എന്ന്. ഇത് ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്.
രണ്ടാമത്തെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, ഇവർ കല്യാണം കഴിച്ചു. ഉം. കല്യാണം കഴിച്ച് രണ്ട് പീക്ക കുഞ്ഞുങ്ങളുമായി. ഉം. അന്നേരമാണ് ഭർത്താവ് കൊല്ലപ്പെടുന്നു, ഉം. ശരിയായ കാരണം. ഇനി ഭാര്യ എന്തോ ചെയ്യണം? ഉം. Now what shall the woman do? ഉം. വൈസ് വേഴ്സ, തിരിച്ചുമാകാം, ഉം. അല്ലേ? ഉം. അപ്പം ഇവളുടെ കല്യാണം ഉറച്ചിരിക്കുക ഒരാളുമായിട്ട്, ഉം. അവൻ മരിച്ചുപോയി. ഉം. ഇവളെ വേർത്തുമെന്ന് കല്യാണം കഴിക്കുക. ഉം. അവിടെയും പോസിബിലിറ്റി കൂടുതലാണ് അവനും കൊല്ലപ്പെടാൻ, ദൈവജനാണെങ്കിൽ. അതെ. ഉം. അപ്പൊ ഇവളെന്താ ചെയ്യേണ്ടത്? ഉം. രണ്ട് കുഞ്ഞുങ്ങളായി, അവനെയും കൊന്നു, കുഞ്ഞുങ്ങൾ അനാഥരായി. ഉം. സ്ത്രീകൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു ജോലി അന്നത്തെ കാലത്ത് പ്രോസ്റ്റിറ്റ്യൂഷനാണ്. ഉം. അല്ലെ വെൽത്തി വിമനാണ്, സ്വന്തമായി ബിസിനസ് ഉം. ഉണ്ടായിരുന്നവർ. അല്ല തയ്യക്കടയിൽ നിൽക്കാൻ, ജോലിക്കാനും ഹോട്ടലിൽ പോയി നിൽക്കാനും നേഴ്സിംഗോ ഒന്നും അന്നില്ല. ഇല്ല. പെൺപിള്ളേർക്ക് വേറൊരു പണിയില്ല. ഉം. അപ്പോൾ കുഞ്ഞുങ്ങളെ നോക്കുന്നതിന് വേണ്ടി ഇവളെ ഈ വൃത്തിയുടെ പണിക്ക് വേണ്ടി ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി ഉം. ഈ ബെറ്റർ ഡോണ്ട് ഗെറ്റ് മാരിഡ്, അത് നല്ലത്. ഓക്കെ ഓക്കെ, ആ കോണ്ടെക്സ്റ്റിലാണ് അവിടെയാണ് അൺമാരീഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളെ പൗലോസ് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ഉം. അല്ല, വിവാഹം കഴിക്കാതിരിക്കണം എന്നുള്ള ബൈബിളിന്റെ നിയമമോ പൗലോസിന്റെ ഡോക്ടറിനോ അല്ല. അതെ അതെ, സാഹചര്യങ്ങളെ. അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കൊരിന്ത്യർ ലേഖനത്തിന്റെ മിലിയ എന്ന സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ഉം. വളരെ ക്ലിയർ ആണ് ആരോടാണ് ഈ പറയുന്നത്. അല്ല ജനറൽ ഉം. വേൾഡ് വ്യൂ അല്ല, അതെ 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 മൊത്തം അതെ. ലോകത്തോട് പറയുന്ന ഒരു മെസ്സേജ് അല്ല. കല്യാണം കഴിക്കാതിരിക്കുന്നവരാണ് നല്ലതെന്ന് പറയുന്നത് അല്ല. ഉം. കാരണം കർത്താവ് പറഞ്ഞു, കർത്താവിന്റെ ദിവസം ഇതുപോലെ നോഹയുടെ നാൾ പോലെ. നോഹയുടെ ഉം. മഴ പെയ്യുന്നവരെ ആൾക്കാര് വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു, ആ, അല്ലേ? അങ്ങനെ ആയിരുന്നു. അതെ. ലോത്തിന്റെ കാലത്തെ പോലെ തീ ഇറങ്ങുന്നവരെ ആൾക്കാർ നട്ടും കൊയ്തും വിതച്ചു. വിറ്റും ജീവിക്കുക. ഉം. അല്ല മനുഷ്യന്റെ കുടുംബജീവിതത്തിന്റെ ദൈനംദിന ജീവിതത്തിന്റെ ശരീരത്തിൻ്റെതായ ആവശ്യങ്ങൾ XYZ എല്ലാം ഒഴിച്ചു വെച്ചല്ല കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നത്. ഉം. അതല്ല, നോ, അത് ഓ, സെലിബസി എന്ന് പറഞ്ഞ വേദപുസ്തകത്തിന്റെ നിയമം അല്ല. ഓക്കെ 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 ഇനി ഓക്കെ, താങ്ക് യു വെരി മച്ച് സർ. തീർന്നില്ല. തീർന്നില്ല. ഓക്കെ ഓക്കെ ഞാൻ ഓക്കെ സെക്കൻഡ് പാർട്ടി ആൻസർ പറഞ്ഞു, ഫസ്റ്റ് പാർട്ട് വരുന്നുണ്ടായി. ഓക്കെ. ഈ ജഡത്തിന് വേണ്ടി, ജഡത്തിന്റെ അഭിലാഷത്തിന് വേണ്ടി മാത്രം ജീവിക്കുക, ഉം. അതാ കൊരിന്ത്യനൈസം എന്ന് പറയുന്നത്. ആ, കൊരിന്ത്യനൈസ് എന്ന് പറഞ്ഞാൽ യു ലിവ് ഓൺലി ഫോർ ദ പ്ലഷേഴ്സ് ഓഫ് യുവർ ഒരു ബോഡി. അതെ. ഉം. നിന്റെ ശരീരത്തിന്റെ ജഡാഭിലാഷങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുക. ഉം. അപ്പം രണ്ട് ദൈവങ്ങളെ കല്യാണം കഴിച്ചു. ഇനി അടുത്ത 2 കൊല്ലത്തേക്ക് ഒരു പള്ളി വരാൻ പാടില്ല. ഉം. എന്തുകൊണ്ട്? ജഡാഭിലാഷങ്ങൾക്ക് വേണ്ടി അങ്ങ് പോവുക. ഉം. മനസ്സിലായോ? ഉം. ജഡാഭിലാഷങ്ങൾക്ക് അങ്ങ് പോവുക. ഉം. അപ്പം ഈ ഒരാൾ ദൈവത്തിലായി കഴിയുന്ന അന്നു മുതൽ ഉം. അവരുടെ ജീവിതത്തിന്റെ ഒന്നാമത്തെ ഫസ്റ്റ് ഫോക്കസ് എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളതാണ്. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ള കാര്യം എടുക്കുമ്പം ഭാര്യയുള്ളവൻ, ഭാര്യ ഇല്ലാത്തവൻ എങ്ങനെ മോണോമാനിയാക്കായിട്ട് ഏകലക്ഷ്യവാദിയായ കർത്താവിന്റെ വരവിന് വേണ്ടി നോക്കിയിരിക്കുന്നു, അതുപോലെ കർത്താവിന്റെ വരവിന് പ്രാധാന്യം കൊടുക്കണം. എനിക്ക് ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞ് മീറ്റിങ്ങിന് വരത്തില്ല, കാത്തിരിപ്പിനും കാണത്തില്ല, ഉപവാസപ്രാർത്ഥന കാണത്തില്ല, കൺവെൻഷൻ കാണത്തില്ല, ഒറ്റ പരിപാടിയും കാണത്തില്ല. വിലയ്ക്ക് വാങ്ങിയവൻ ഞാനിത് വിലയ്ക്ക് മേടിച്ചിട്ടില്ല എന്ന് കണ്ടേക്കണം. കർത്താവ് ഉദാഹരണം പറയുന്നു. രാജപുത്രന്റെ കല്യാണമായി വിളിച്ചോരെ ഒരുത്തൻ പറഞ്ഞു, അതെനിക്ക് ഞാൻ ഒരേ കാളയെ നോക്കിയിട്ടുണ്ട്, അപ്പോഴും അതിന് പല്ലുണ്ടോ ഇല്ലെന്ന് നോക്കാൻ മറന്നുപോയി. കാര്യം കാളയുടെ പല്ലില്ല പ്രായം തീരുമാനിക്കേണ്ടത്. ഇവൻ നോക്കി ചെന്നപ്പോ എളുപ്പം കാളയാ.
ഈ തിരിച്ച് മേടിക്കാൻ ചെല്ലുന്നുണ്ടെ അവര് മാറ്റിയാലോ അറിയത്തില്ലല്ലോ. അതിനുവേണ്ടി അത് അതേ പല്ല് ഉം. തന്നെയാണ് ഇപ്പോൾ നോക്കാൻ പോണത്. അതുകൊണ്ട് എനിക്ക് എന്തും പറ്റത്തില്ലെന്ന് രാജപുത്രന്റെ കല്യാണത്തിന് പോകാന് കല്യാണത്തിന് പോകാൻ എനിക്ക് നേരമില്ല. ലേമിക്കും. Yeah. മറ്റവൻ പറയാ എനിക്ക് ഞാൻ ഈ കഴിഞ്ഞ ദിവസം കിട്ടും ഒരു ഗേൾ ഫ്രണ്ടിനെ കിട്ടി. ഉം. അവളുമായിട്ട് ഞാൻ ഒരു കറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. ഉം. അതുകൊണ്ട് എനിക്ക് കല്യാണത്തിന് നോക്കത്തില്ലെന്ന്. ഉം. വേറൊന്ന് പറയാം, ഞാൻ ഇച്ചിരി വസ്തു അഡ്വാൻസ് കൊടുത്തു, വാങ്ങിച്ചിട്ടുണ്ട്. അതൊന്ന് നോക്കാൻ പോകണം ഉം. ഉണ്ടല്ലോ. കർത്താവ് വാണിംഗ് കൊടുക്കുക. ഇതേ വാണിംഗ് പൗലോസോട് കൊടുക്കുന്നത്. ഓക്കെ. ദ സെയിം വാണിംഗ്. ഉം. ഇതൊന്നും കർത്താവിന്റെ വരവിനെ പറ്റിയുള്ള ഒരുക്കത്തിൽ നമ്മളെ പിന്തിരിപ്പിക്കുന്നതല്ല. പിന്തിരിപ്പിക്കുന്നു, അതിന്റെ ഗൗരവം നഷ്ടപ്പെടുന്നു, ആകാൻ പാടില്ല എന്നാണ് പൗലോസ് പറയുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു വെരി മച്ച്. വേദപുസ്തകത്തിന്റെ പശ്ചാത്തലം മനസ്സിലാക്കി നമ്മൾ ഗ്രഹിക്കണമെന്നുള്ളതിന്റെ പ്രാധാന്യമാണ് ഇവിടെ പശ്ചാത്തലം മനസ്സിലാക്കിയേ ഗ്രഹിക്കാവൂ, ഗ്രഹിക്കാവും. നിങ്ങൾ അതെ, മാത്രമേ ഗ്രഹിക്കാവൂ. ഓക്കെ, അല്ലെങ്കിൽ മിസ്ഇന്റർപ്രിട്ടേഷൻ ആയി പോകും. നടക്കുന്നതല്ലാതാണല്ലോ. അതെ. നടക്കുന്നതല്ല. ഇപ്പൊ മുമ്പാണെങ്കിൽ മിസ്ഇന്റർപ്രിട്ടേഷന് തെറ്റായി വ്യാഖ്യാനിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം മിസ് ഇന്റർപ്രിട്ടേഷന് ഒരുപാട് മിസ്സുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതെ, ഒരുപാട് മിസ്സുകൾ ഇറങ്ങിയിട്ടുണ്ട്. കല്യാണം കഴിച്ചാണെന്ന് പോലും പബ്ലിക് ചോദിച്ചാൽ മറുപടി പറയാനുള്ള ചങ്കൂറ്റമില്ല. വചനം അങ്ങ് വ്യാഖ്യാനിക്കാൻ വന്നിരുന്നത്. ഇപ്പൊ മിസ് ഇന്റർപ്രിട്ടേഷനാണ് ഇപ്പം മുഴുവനും. കറക്റ്റ്. താങ്ക് യു വെരി മച്ച് സർ ഫോർ ദ ക്ലിയർ ആൻസർ. അടുത്ത ചോദ്യം. വേദപുസ്തകത്തിലെ ആദ്യത്തെ പുസ്തകങ്ങൾ, പഞ്ചഗ്രന്ഥങ്ങൾ മോശയാണല്ലോ എഴുതിയത്. അങ്ങനെയെങ്കിൽ ആവർത്തന പുസ്തകം 34-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് മോശയുടെ മരണത്തെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ദൈവമാണ് മോശയുടെ സംസ്കാരം നടത്തുന്നത് എന്നും എഴുതിയിരിക്കുന്നു. ചോദ്യം ഇതാണ്: തന്റെ മരണത്തെപ്പറ്റി മോശ മുമ്പുകൂട്ടി ദർശിച്ച് എഴുതിയതാണോ ആ ഭാഗം, അതോ മറ്റാരെങ്കിലും എഴുതിയതാണോ ആവർത്തന പുസ്തകത്തിലെ ഈ ഭാഗം? നമ്മള് ഈ പെന്ററ്റൊക്കെ പഠിക്കുമ്പോഴെല്ലാം ഉയർന്നു വരുന്നൊരു ചോദ്യമാണിത്. ഉയർന്നു വരുന്ന ചോദ്യം. പെന്ററ്റക്കിന്റെ സോഴ്സ് നമ്മൾ എടുക്കണം ആദ്യം. നമ്മളുടെ കയ്യിൽ ഇത് ലഭിക്കാനുള്ള സോഴ്സ് ഒന്ന്, ഓറൽ ട്രഡീഷനിൽ ഏൻ തോട്ടത്തിൽ ആദാമും മക്കളോട് പറഞ്ഞോട് തുടങ്ങി മോശയുടെ അമ്മ മോശയെ പഠിപ്പിച്ചത് വരെയുള്ള ഓറൽ ട്രഡീഷനിൽ നിന്ന് മോശ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. 2, സീനായുടെ മകളിൽ വെച്ച് ദൈവം മോശയ്ക്ക് പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. 3, മോശയുടെ മരണശേഷം ഇതൊക്കെ നമുക്കിപ്പോൾ ലഭിക്കുന്ന പോലുള്ള ചിസിൽഡ് ആൻഡ് പ്രൂവ്ഡ് ഫൈനൽ ബുക്കൽ ഫോമിൽ ലഭിക്കുന്നത് ഈ സ്ക്രൈബ്സിന്റെ കാലത്താണല്ലോ, ശാസ്ത്രിമാരുടെ കാലത്താണല്ലോ ഇത് പെർഫെക്റ്റ് ആക്കുന്നത്. അപ്പൊ ശാസ്ത്രിമാരുടെ കാലത്ത് ഇതിനകത്ത് എന്തെന്നറിയാമോ, ഒരു ഇൻകേർഷൻ ഉണ്ടായി. ഇതിനകത്ത് ഇൻകേർഷൻ ഉണ്ടായിട്ട് ഈ മിസ്സിംഗ് എലമെന്റ്സ് അല്ലെ അണ്ടർസ്റ്റുഡ് എലമെന്റ്സ് അവരത് റൈറ്റപ്പ് എഴുതി കയറ്റി. ഇതിന് ഡ്യുവലിസം എന്ന് പറയും. ഡ്യുവലിസം, രണ്ടാമതൊരാള് പുറകിലിരുന്ന് പാച്ചപ്പ് ചെയ്തുകൊണ്ട് പോവുക, രണ്ടാമതൊരാള് പുറകിലിരുന്ന് കൊണ്ടുപോവുക. അപ്പൊ രണ്ടാമതൊരാള് പുറകിലിരുന്ന് പാച്ചപ്പ് ചെയ്തുകൊണ്ട് പോകുന്നതുകൊണ്ടാണ് ഈ കഥ ഭംഗിയായിട്ട് പോകുന്നത്. ഇപ്പൊ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് കൾച്ചറിൽ എടുത്താല്, ഇപ്പൊ നമ്മൾ ഞാനൊരു ഷർട്ട് പഠിക്കാൻ പോകുമ്പോൾ എൻ്റെ ഈ ഷർട്ടാണെങ്കിൽ ഈ ഒറ്റ ഒരു ഷർട്ടേ അവിടെ ഉള്ളൂ, ഈ കളറ് ഈ സൈസിൽ ഈ ഒറ്റ ഷർട്ടേ ഉള്ളൂ. അപ്പം ഞാൻ ഈ ഷർട്ട് മേടിക്കുന്നു, പിന്നെ അവിടെ ഇല്ല. ഞാൻ ഈ ഷർട്ട് മേടിച്ചു, കൗണ്ടറിൽ പോയത് ഇത് അടിക്കുന്ന അതേ തന്നെ സ്റ്റോറിൽ വിവരം അറിഞ്ഞു കഴിഞ്ഞു. സ്റ്റോർ വേറെടുത്താ, സ്റ്റോറിൽ നിന്നൊരു ഷർട്ട് ഇവിടെ വന്ന് അവിടെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞു.
അല്ല, ഞാൻ ചോദിക്കാം, എനിക്കൊരു 25 ഷർട്ട് ഇട്ടാൽ വെയിറ്റ് സർ, സ്റ്റോറിൽ 25 ഷർട്ട് വരും. ഉം. അപ്പോൾ ആ ഒരു ബാക്കപ്പ് ഇങ്ങനെ പോകുന്നതുകൊണ്ടാണ് ഫ്രണ്ടിങ് എന്ന് പറയുന്നത്. ഫ്രണ്ടിങ് അതെ അതെ. ഫ്രണ്ടിങ് ഭംഗിയായിട്ട് നിൽക്കുന്നത്. ഉം. അപ്പോൾ പെൻറ്ററ്റ്യൂക്കിൻ്റെ ഫ്രണ്ടിങ് അങ്ങനെ നിൽക്കാൻ കാരണം ഉം. അതിൻ്റെ മിസ്സിങ് എലമെൻ്റ് എല്ലാം എഴുതി ചേർക്കാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു. ഓക്കെ. അവരുണ്ടായിരുന്നുകൊണ്ടാണ് ഇത് നമുക്കിങ്ങനെ ഇത് ലഭിക്കുന്നത്. അങ്ങനെ ഒരാൾ മോശ ദിവ്യദൃഷ്ടിയിൽ കണ്ടുകൊണ്ട് തൻ്റെ മരണം എഴുതിയതല്ല. കാരണം മോശയുടെ മരണത്തെപ്പറ്റി ആൾക്കാർക്ക് മുഴുവൻ പേർക്കും അറിയാം. അവരെ കണ്ടതാണ് മോശ കയറിപ്പോകുന്നത്. രണ്ടാമത് മോശയുടെ ശവം അടയ്ക്കാൻ അവിടെ മുഴുവൻ അന്വേഷിച്ചു പോയി, കാണാൻ കഴിഞ്ഞില്ല. ദെൻ വാട്ട് ഹാപ്പൻഡ് ടു മോസസ് എന്നുള്ളത്, വാട്ട് ഹാപ്പൻഡ് ടു മോസസ് എന്നുള്ളത് ജ്ഞാനികളായ ആൾക്കാർക്ക് വെളിപ്പെടുക. അവരത് എഴുതി വെച്ച നമ്മുടെ എവിഡൻസ് ആണ്. ഇതിൻ്റെ തോറ എന്ന് പറയുന്നത്, ഓറൽ തോറ എന്ന് പറയുന്നത്, അതായത് തൽമൂദ്. ആ തൽമൂദിൽ ഒന്നാണ് ജെറുസലേം തൽമൂദ്. ആ ജെറുസലേം തൽമൂദിൽ നിന്നാണ് ഈ സംഗതി, ഈ റിട്ടൺ തോറയ്ക്കകത്ത് വരുന്നത്. മോശ എഴുതി വെച്ചതല്ല, ശാസ്ത്രിമാരെ സ്ക്രൈബ്സ് എഴുതിയതാണ്. എഴുതിയതാണ്. യെസ്, ഓക്കെ, താങ്ക് യു. യെസ്. അടുത്ത ചോദ്യം. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ ഇയ്യോബിനുണ്ടായ അനർത്ഥങ്ങളെ പറ്റി എഴുതിയിരിക്കുന്നു. ഇതെല്ലാം ഒരു ദിവസം സംഭവിച്ചതാണോ അതോ പല ദിവസങ്ങളായി സംഭവിച്ചതാണോ? മൂലഭാഷയിൽ ഇത് ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, ഈ മൂലഭാഷയിൽ എങ്ങനെയാണെന്ന് ചോദിച്ചുകൊണ്ട് നമുക്ക് പണി എളുപ്പമായി. ഇല്ല, നമ്മൾ ഇതിന് പുറകെ കുറച്ച് ഓടേണ്ടി വന്നേന്. അതെ അതെ. ചില സമയത്ത് മൂലഭാഷ നമുക്ക് വലിയൊരു അനുഗ്രഹമാണ്. അതെ, ഉള്ള അർത്ഥം. അത് ഈ ഒരു സീക്കൻഡായിട്ട് 5-6 കൂട്ടം കാര്യങ്ങൾ ഒറ്റയടിക്ക് വരാന്നിരിക്കട്ടെ, ഒന്നിനു ശേഷം ഒന്നിനു ശേഷം ഒന്നിനു ശേഷം ഒന്നിനു ശേഷം എന്ന് പറയാൻ ഒരു കണക്റ്റിംഗ് വേർഡാണ് ഹീബ്രുവിലുള്ളത്. വ വ വ വ എന്നാണ്, അല്ലെങ്കിൽ ഉ ഉ ഉ എന്ന് പറഞ്ഞാൽ പിന്നീട്, ആൻഡ്, ബട്ട്, ദെയർ ആഫ്റ്റർ. ഒരു കണ്ടിന്യൂ വേർഡേ ഉള്ളൂ. ഇനിയും ഒരു സീരീസ് ഓഫ് ഇൻസിഡൻസിന്റെ ഇടയ്ക്ക് കുറേ സമയം ഇട്ടിട്ടുണ്ട്. ആ സമയം ഇട്ടപ്പോഴും ഇതേ കണക്റ്റിംഗ് വേർഡേ ഉള്ളൂ. കണക്റ്റിംഗ് വേർഡേ ഉള്ളൂ. അപ്പൊ ചോദ്യം, ഇത് ഒറ്റ ദിവസം നടന്നതാണോ, ഒരു മാസം കൊണ്ട് നടന്നതാണോ, അല്ലെങ്കിൽ ഒരു കാലം കൊണ്ട് നടന്നതാണോ? അത് ആർക്കേ അറിയത്തുള്ളൂ, എനിക്കറിയത്തില്ല. അതറിയാവുന്നത് ജൂവിഷ് സ്ക്രൈബ്സിനാണ്, ജൂവിഷ് സ്കോളേഴ്സിനാണ്. അതിലാണ് കെയ്ലൻ ഡെലിച്ച് നമുക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആകുന്നത്. കെയ്ലൻ ഡെലിച്ചിന്റെ ഭാഷ അനുസരിച്ചാണെങ്കിൽ ഒറ്റ ദിവസമല്ല നടക്കുന്നത്, ഒരു സീരീസ് ഓഫ് ഡേയ്സ് കൊണ്ട് നടക്കുന്നതാണ്. എല്ലാം കൂടെ ഒറ്റ ദിവസം നടക്കുന്നതല്ല, ഒരുപാട് ഗ്യാപ്പ് ഇടാത്ത ചില ദിവസങ്ങൾക്കുള്ളിൽ. ഒത്തിരി ഗ്യാപ്പില്ല, ഒരുപാട് ഗ്യാപ്പ് ഇല്ലാത്ത ചില ദിവസങ്ങൾക്കുള്ളിൽ. നോ പ്രോബ്ലം. അടുത്ത ചോദ്യം. എഫെസ്യ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ it is mentioned about 2 categories of elect of God, saints and faithful. What is the difference between the saints and the faithful mentioned by Apostle Paul? മലയാളത്തിൽ, ദൈവേഷ്ടത്താൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുയേശുവിൽ വിശ്വാസികളായവർക്ക് എഴുതുന്നത്. 1-ാം അധ്യായം 1-ാം വാക്യമാണ്. ചോദ്യകർത്താവിന്റെ ചോദ്യം ഇതാണ്: ഇവിടെ വിശുദ്ധന്മാരും ക്രിസ്തുയേശുവിൽ വിശ്വാസികളും ഇവർ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഉണ്ട്.
വ്യത്യാസം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ വിശുദ്ധനും വിശ്വാസിയായിരിക്കണം, എല്ലാ വിശ്വാസിയും വിശുദ്ധനായിരിക്കണമെന്നില്ല. ഓക്കെ ഓക്കെ എല്ലാ അമ്മമാരും സ്ത്രീ ആയിരിക്കണം, എല്ലാ സ്ത്രീയും അമ്മയായിരിക്കണം അമ്മമാരാണ്. അതെ അല്ലേ? നമുക്ക് വരാം. അതെ. നമ്മളെല്ലാം വിശ്വാസികളായി വിളിക്കപ്പെടുന്നത്. വിശ്വാസികളായി വിളിക്കപ്പെട്ട ഒരുപാട് പേര് ആ വിശ്വാസി എന്ന സ്റ്റേജിൽ അങ്ങനെ നിൽക്കും. അവർക്ക് ഉപദേശത്തിന്റെ പൂർത്തീകരണത്തിലേക്കും ജീവിതത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് വരാൻ കഴിയത്തില്ല. Or it takes a lot of time for them. Or it takes much time. ഒരാള് കാലം നോക്കിയാൽ ഉപദേഷ്ടാവായിരിക്കേണ്ടതാ. കാലം നോക്കിയാൽ ഉപദേഷ്ടാവായിരിക്കേണ്ടതാ. ഇപ്പോഴും ബേബി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ വിശ്വാസിയായി വന്ന ശേഷം ഗോഡ്ലിനെസ് ആൻഡ് ഹോളിനെസ് രണ്ട് കാര്യം ശ്രദ്ധിച്ചോണേ. ഗോഡ്ലിനെസ്സും ഹോളിനെസ്സും. ഒന്ന് ഗോഡ്ലിനെസ് ഭക്തി, രണ്ട് ഗോഡ്ലിനെസ് വിശുദ്ധി. ഈ രണ്ട് കാര്യത്തിലും സർട്ടൻ ലെവൽ ഓഫ് ഗ്രോത്ത് ഉണ്ടായിക്കഴിയുന്ന ആളാണ് വിശുദ്ധൻ. ആ ഗ്രോത്തിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നതേ ഉള്ളൂ, അല്ലെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ വിശ്വാസമുണ്ട്, അതിനപ്പുറം കാര്യം നടന്നിട്ടില്ല. അതാണ് അവിടുത്തെ വെരി 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 ക്ലിയർ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഒരു ചെറിയ ചോദ്യം കൂടെ ചോദിക്കുന്നു. കഴിഞ്ഞ നമ്മുടെ ഒരു എപ്പിസോഡ് 20 യഹൂദന്മാർ 12 വയസ്സ് വരെ കുഞ്ഞുങ്ങളെ ഒരു ജീവിയായാണ് കരുതുന്നതെന്ന് സാറ് പറഞ്ഞുവല്ലോ. ഇപ്പോഴും അവിടെ അങ്ങനെ തന്നെയാണോ? അന്ന് അറിവില്ലായ്മയുടെ കാലത്താ. ഒരു പെൺപിള്ള 10-25 കൂട്ടർ പിള്ളേരെ പെറ്റുകൂടി. ഇതൊക്കെ എവിടെ പോകുന്ന നമുക്ക് തന്നെ അറിയത്തില്ല. ഇതൊക്കെ ഏതിൽ പോയി തിന്നോ കുടിച്ചോ ചത്തോ കെട്ടോ ഒരു പിടിയില്ല. ഇന്നെന്ന് പറഞ്ഞാൽ അയ്യോ എന്തുവാ, ഇതുപോലെ ബേബീസിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വർഗം ഈ ലോകത്തുണ്ടോ? പണ്ട് അറിയില്ലായ്മയുടെ കാലമാണ്. Jewish community is the most developed community in the world. ഏത് വിഷയത്തിലാണെങ്കിലും അവരുടെ നോളജിനോട് അടുക്കാൻ ലോകത്തിൽ ആർക്കും പറ്റത്തില്ലല്ലോ. അവരിപ്പോ കൊച്ചുള്ള പിള്ളേരെ കന്നാലി പോലെ 12 വയസ്സിൽ കാണുന്നൊക്കെ പറഞ്ഞ അങ്ങനെ പറഞ്ഞത് തന്നെ നാട്ടുകാർ നമ്മളെ കല്ലെറിഞ്ഞു കൊല്ലത്തില്ലയോ? അങ്ങനെ പറഞ്ഞൊന്നും ഒറ്റ കാരണം കൊണ്ട് നാട്ടുകാർ Thank you very much, sir, for answering all the questions very clearly. ഈ സെഷൻ ഇവിടെ പൂർത്തിയാകുന്നു. തുടർന്നും വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ബാബു സർ അത് സമയത്ത് അതിന് മറുപടി നൽകുന്നതായിരിക്കും. May God bless you. Thank you once again. Thank you.